ഹായ്, എൻ്റെ ഇന്നത്തെ യാത്ര വയനാട്ടിലെ അതിമനോഹരമായ ചെമ്പരത്തി റിസോർട്ടിലേക്കാണ്. ഈ പ്രോപ്പർട്ടി കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഹണിമൂൺ ആഘോഷിക്കുന്ന കപ്പിളിനൊക്കെ പറ്റിയ ഒരു കിടിലം പ്രോപ്പർട്ടി. പക്ക ഫോറസ്റ്റിനകത്താട്ടോ പ്രോപ്പർട്ടി വരുന്നത്. നല്ല അടിപൊളി ഫോറസ്റ്റ് ആംബിയൻസിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ കിടിലം പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമുക്ക് പല കാറ്റഗറീസിലായിട്ട് 8ഓളം റൂംസ് ഉണ്ട് കേട്ടോ. റൂംസിനൊക്കെ അത്രയും പ്രൈവസിയാണ്. ഓരോ റൂംസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അത്രയും ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കിടിലം റൂംസുമാണ് കേട്ടോ. അതുപോലെ വാഷ്റൂം ആണെങ്കിലും എല്ലാം നല്ല ഹൈജീനാണ്. എല്ലാ റൂംസിനും നല്ല വ്യൂ കിട്ടുന്ന ബാൽക്കണീസും ഉണ്ട് കേട്ടോ. കാടിൻ്റെ വന്യതയും നീലിമലയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ്. ഓരോ റൂംസിൻ്റെ പേരും വളരെ വെറൈറ്റിയോടുകൂടി അവർ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇലഞ്ഞി, ചെമ്പകം, മന്ദാരം, നീർമാതളം, അശോകം, ഇങ്ങനെ പറഞ്ഞ് നല്ല അടിപൊളി പേരുകളാണ്. പ്രോപ്പർട്ടിയുടെ മനോഹരമായ ഒരു ഏരിയയിൽ നല്ല വാല്യൂ കിട്ടുന്ന ഒരു കിഡിലൻ കോമൺ പൂളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ റൂമാണ് ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ വില്ല കേട്ടോ. നല്ല പ്രീമിയം കാറ്റഗറിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്രൈവറ്റ് പൂൾ വില്ലയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് ഹൈജീനിക്കോട് കൂടി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കിടിലം പ്രൈവറ്റ് പൂൾ വില്ലയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയുടെ കോർണറിലായിട്ടാണ് ഇവർ കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ സ്വിമ്മിംഗ് പൂൾ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ പ്രീമിയം കാറ്റഗറിയിലുള്ള ഹണിമൂൺ സൂട്ട്. ഇതിൽ ജാക്കൂസിയും ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് പൂളും ഉണ്ട്.
ഈ റൂമാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്, അതുപോലെ നല്ല ഹൈജീനായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. ഈ റൂമിലും സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയുടെ ഒരു കോർണറിലായിട്ട് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ റൂമിൽ തന്നെ നല്ല വിശാലമായ വാഷ്റൂമിനകത്ത് ഒരു അടിപൊളി ജാക്കൂസിയും സെറ്റ് ചെയ്തിട്ടുണ്ടേ. വയനാട്ടിലെ മനോഹരമായ ബൊട്ടിക് റിസോർട്ടുകളിൽ ഒന്നാണ് ചെമ്പരത്തി. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഓരോ റൂംസും നമുക്ക് വേറിട്ട ഒരു അനുഭവം സമ്മാനിക്കും. അതുപോലെ പ്രോപ്പർട്ടിയുടെ ഒരു വശത്തായി വിശാലമായ ഇൻഡോർ ഗെയിംസ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ഇൻഡോർ ഗെയിംസ് ഏരിയ ആണ്. ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമൺ ക്യാമ്പ് ഫയർ ഏരിയയും ഇവർ പ്രോപ്പർട്ടിയുടെ ഒരു വശത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വാല്യൂ കിട്ടുന്ന ഒരു ഏരിയയിൽ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് റെസ്റ്റോറൻറ്റിൽ ഇരുന്നാലും നമുക്ക്. തിരക്കുകളിൽ നിന്നൊക്കെ കുറച്ച് അകന്ന് മഞ്ഞിന്റെ തണുപ്പും കാടിന്റെ നിശബ്ദതയും പ്രകൃതിയുടെ സ്വന്തം താളവും അനുഭവിക്കാൻ പറ്റുന്ന ഒരിടമാണ് കേട്ടോ ചെമ്പരത്തി റിസോർട്ട്. വയനാടിന്റെ പച്ചപ്പിനോട് ചേർന്ന് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ അകന്ന് ശാന്തതയെ എത്ര മനോഹരമായി അനുഭവിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേക്കേഷൻ തന്നെയാണ് ചെമ്പരത്തി റിസോർട്ട്. ചെമ്പരത്തിയുടെ പ്രത്യേകത ഒരു റിസോർട്ടിൽ എത്തിയെന്ന ഫീലിങ്ങിനേക്കാൾ പ്രകൃതിയുടെ നടുവിലേക്ക് നമ്മൾ എത്തിയെന്നുള്ള ഫീലാണ് കേട്ടോ. ചെമ്പരത്തിയിലേക്ക് നമ്മൾ വരുന്ന വഴികൾ തന്നെ വളരെ മനോഹരമാണ്. കൽപ്പറ്റയിൽ നിന്ന് ഊട്ടി റോഡിൽ പാടിവലിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് വേണം നമുക്ക് ചെമ്പരത്തിയിലെത്താൻ. കോഫി പ്ലാന്റേഷനകത്തൂടെയുള്ള ഈ യാത്ര തന്നെ നമുക്ക് വേറിട്ട ഒരു അനുഭവം സമ്മാനിക്കും കേട്ടോ. ഈ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വയനാടിൻ്റെ നീലിമലയുടെ ഒരു ദൃശ്യ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കോടമഞ്ഞൊന്നുമില്ലെങ്കിൽ നല്ല വിസിബിളായി തന്നെ നമുക്ക് നീലിമല കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു മനോഹരമായ യാത്രയുമായി വീണ്ടും കാണാം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റേക്കേഷനുകൾ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. ബുക്ക് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാൻ മറക്കണ്ട. ബൈ.